ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്രിസ്പി ചിക്കൻ പോപ്സ് ആണ്. വീട്ടിൽ തന്നെ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ളത് ഇൻഗ്രീഡിയൻസ്: 250 ഗ്രാം ചിക്കൻ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ, മുട്ട ഒരെണ്ണം, ഉപ്പ് ആവശ്യത്തിന്, ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനോടുള്ള ഒരു ഫുൾ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബ്രസ്റ്റിനൊന്ന് നടു കട്ട് ചെയ്തിട്ട് നീളത്തിൽ മുറിച്ച് പിന്നെ ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മസാല നല്ല പിടിക്കുകയും ചെയ്യും, ചിക്കൻ പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും, പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അടുത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, അരിപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു മുട്ട. ഞാനിവിടെ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ മുട്ടയുടെ മോയ്സ്ചർ കൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ക്രിസ്പി ടെക്സ്ചറിനായിട്ടാണ് നമ്മൾ അരിപ്പൊടിയും കോൺഫ്ലവറും ചേർത്തിട്ടുള്ളത്. ഓക്കെ, നല്ലപോലെ നമുക്ക് മസാലയും ചിക്കനെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മുടെ ചിക്കന് 20 മിനിറ്റ് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ പോപ്സ് പതുക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ഒരു സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ചിക്കൻ പോപ്സ് നമുക്ക് പുറം ക്രിസ്പിയും അകത്ത് ജ്യൂസി ആയിട്ട് കിട്ടണം. അപ്പോൾ ഒരു സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ കുക്ക് ചെയ്തിട്ടെടുക്കാം. ആദ്യത്തെ ഭാഗം ഞാൻ 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പതുക്കെ ചിക്കൻ ഒന്ന് ടേൺ ചെയ്തിട്ട് അടുത്ത ഭാഗം 5 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൂടെ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റിനടുത്ത് തന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. 2 ഭാഗം കൂടിയിട്ട് നമുക്ക് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് പതുക്കെ ചിക്കൻ പോപ്സിനെ ഓയിലിൽ നിന്ന് കോരി നമുക്കൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പോപ്സ് റെഡി ആയിട്ടുണ്ട്. ഔട്ട് സൈഡ് സൂപ്പർ ക്രിസ്പിയും ഇൻസൈഡ് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുണ്ട്. ഈവനിങ് സ്നാക്ക് ആയിട്ടോ അല്ലെങ്കിൽ കിഡ്സിനൊക്കെ ആയിട്ട് നല്ലൊരു റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.